തമ്പ്രാനാന്ന് തോന്നണം. അന്നദാനം കൊടുക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ജോലി. ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റില്ല. സംഘടന എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വിശപ്പിന്റെ വില അറിയണ എൻ്റെ പൊന്നു തമ്പ്രാനെ. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനത്രേ. ഇദ്ദേഹമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു എന്ന് പറയുന്നത് പോലും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാണമാണ്, നാണക്കേടുണ്ടാക്കുന്ന പരിപാടിയാണ്. വിശപ്പിന്റെ വില അറിയണം എൻ്റെ പൊന്നു തമ്പ്രാനെ. നിങ്ങൾ വിശന്ന് കണ്ണീരണിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു മെഡിക്കൽ കോളേജുകളെല്ലാം. എല്ലാവരും വലിയ പണമുള്ള ആൾക്കാരൊന്നുമല്ല. എത്ര പെട്ടെന്നാണ് ഒരു കോൺഗ്രസ് സ്വഭാവത്തിലേക്ക് ഈ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ മാറിയത്. ഇദ്ദേഹത്തെ സാർ എന്ന് മാത്രമാണത്രേ അഭിസംബോധന ചെയ്യാൻ പാടുണ്ടായിരുന്നത്. എന്തൊരു ദുരന്ത വർത്തമാനാണ് പറയുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, DYFI എന്ന് പറയുന്ന സംഘടന എത്രയോ കാലമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉച്ചയ്ക്ക് അന്നദാനം നടത്തുന്നുണ്ട്. അമ്പലങ്ങളിലല്ല, മെഡിക്കൽ കോളേജുകളിൽ. നിങ്ങൾക്ക് എങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകാൻ കഴിയുമെങ്കിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകൂ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വരിയായി നിൽക്കുന്ന ആളുകളെ കാണാം. രോഗികളുടെ കൂട്ടിരിപ്പുകാരെ, വിശപ്പിന്റെ വില അറിയുന്നവരെ. അവരവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഒരു വണ്ടി വരുന്ന കാണാം. തീർച്ചയാണ് ആ വണ്ടിയുടെ മേലെ ഒരു ശുഭ്ര പതാക ഉണ്ടായിരിക്കും. അത് DYFIയുടെ കൊടി ഉണ്ടായിരിക്കും. എന്തിനാ മടിക്കുന്നേ കൊടി കുത്താൻ? ആ കൊടിയുമായി വന്നിട്ട് അവിടെ പാർട്ടി ഉണ്ടാക്കാനല്ല വരുന്നത്. കൃത്യമായിട്ടും അവിടെ ക്യൂ നിൽക്കുന്ന വയറെരിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനാ. അതും നാട്ടുകാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫുഡ് ഒരു വലിയ പ്രോസസ്സാണെന്നേ. അത് നിർത്താൻ പോകുന്നു, അത് നിർത്തണമെന്നാണ് ഇപ്പോൾ സുധാകരന്റെ വർത്തമാനം കേൾക്കുന്നത്. ഇദ്ദേഹം ആരുവാ എനിക്ക് മനസ്സിലാവാൻ സാധിക്കാത്തത്. എന്നിട്ട് പറയുന്നു ഗവൺമെന്റ് കൊടുക്കണമെന്ന്. ഏത് ഗവൺമെന്റ്? VD സതീശൻ ഗവൺമെന്റോ? KSRTCക്കാർക്ക് താൽക്കാലിക ജീവനക്കാരുടെ 20,000 രൂപ ശമ്പളം പോലും 3,000 പേർക്ക് കൊടുക്കാൻ പാങ്ങില്ലാത്ത ഇവര് ആ രോഗികൾക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക്, രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു പറയുന്നത് എന്തൊരു പരിഹാസ വർത്തമാനമാണെന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ ഏത് ലോകത്താണ്? അറ്റ്ലീസ്റ്റ് ഭക്ഷണത്തിന് വിശപ്പിന്റെ വില ഒരു നേരമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കില്ലായിരുന്നു. ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോക്ക്. അന്നദാനം കൊടുക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ജോലി. ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റില്ല. സംഘടനകളുടെ ഒരു പാർട്ടി അവിടെ കയറ്റേണ്ടതാണ്. എന്തായാലും ഇതിനെതിരെ കൃത്യമായിട്ടും ഇറങ്ങി നോക്കൂ. തീർച്ചയായിട്ടും ഇറങ്ങുക രോഗികളെ കൂട്ടിരിപ്പുകാരായിരിക്കും. കാരണം ഈ ഭക്ഷണം എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് DYFIക്കാരുടെ ഭക്ഷണം. അവിടെ ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് ഒരു പക്ഷേ DYFIക്കാരുണ്ടാവില്ല. അവിടെ പള്ളിയിലത്തെ ആളുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസംഘടനകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാര്, അവരൊക്കെ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ ഒരു പള്ളിയിൽ നിന്നൊരു പള്ളിയിലച്ഛനും അവരെ കുറച്ച് കൂട്ടക്കാരും കൂടി വന്നിട്ട് വൈകുന്നേരം കഞ്ഞി വിളമ്പെന്ന് കണ്ടിട്ടുണ്ട്, രാവിലെ കഞ്ഞി വിളമ്പെന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ മനുഷ്യസ്നേഹികളാണ് അവിടെയുള്ള പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ് ഒരു വലിയ തുകയൊന്നും അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്ക് ചെലവാകാത്തത്. പുറത്തു പോയാൽ 100-150 രൂപ കൊടുക്കണം ഒരു ഊണിന്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കണമെങ്കിൽ 200 രൂപ ചെലവാവും. ആ 200 രൂപ സേവിങ്സ് ആയിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റുകയാണ് അവിടുത്തെ രോഗികളെ കൂട്ടിരിപ്പുകാരും ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെയാണോ ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്? ഇദ്ദേഹം ആയിരുന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നുള്ളത് എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കേൾക്ക്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സേവാഭാരതി അവിടെ ഒരു ഷെഡും കെട്ടി അവർ കൊടുക്കാൻ ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ നമ്മൾ ചെന്നായി കാണിക്കുന്നത്. അത് കലക്ടർ പറഞ്ഞപ്പോൾ കലക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പാടില്ലെന്നല്ല തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുക.
ദൈവം തമ്പുരാൻ വിചാരിച്ച എന്താ നന്നാവണ്ട. ചിലപ്പോൾ സേവാഭാരതി കൊടുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നുണ്ടായിരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്നുണ്ടായിരിക്കും, DYFI കൊടുക്കുന്നുണ്ടായിരിക്കും, SFI കൊടുക്കുന്നുണ്ടായിരിക്കും. വിഷമല്ല കൊടുക്കുന്നത് എൻ്റെ പ്രിയ മന്ത്രി. അവർ കൊടുക്കുന്ന ഉച്ചയ്ക്കുള്ള അന്നമാണ്, ഭക്ഷണമാണ്. ആരോട് പറയാൻ? ഇവർക്ക് ഏത് ലോകത്താണെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഗവൺമെന്റ് കൊടുക്കണം പോലും. എത്ര ദിവസം കൊടുക്കും ഗവൺമെന്റ്? എത്ര ദിവസം ഗവൺമെന്റ് കൊടുക്കും? ആ ഫ്രീ ആയിട്ടുള്ള KSRTC യാത്ര തന്നെ എത്രത്തോളം മെനക്കെട് ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കി. ബാക്കി കേൾക്കിനി. കോളേജുകളിലെ രാഷ്ട്രീയ അതിപ്രസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടെയാണ് സൗജന്യ ഭക്ഷണ വിതരണം കൂടി രാഷ്ട്രീയ സംഘടനകൾ നിർത്തണം, അത് തടയണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിലവിൽ DYFIയും സേവാഭാരതിയും പോലുള്ള സംഘടനകളാണ് സൗജന്യ ഭക്ഷണ വിതരണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തുന്നത്. അത് പൊതുവെ നല്ല പദ്ധതി എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയമായ അമിതമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് G. സുധാകരന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണ വിതരണത്തിനായി എന്തായാലും ഈ ദുരന്തത്തെ അവിടെയുള്ള വേറൊരു പാർട്ടി പ്രവർത്തകന് നല്ലതുപോലെ ഈ ദുരന്തത്തിന് വേണ്ടത് മറുപടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് നോക്കൂ, എന്താണ് തൻ്റെ ഒപ്പമുള്ള ആളുകളുടെ വിശപ്പ് എന്നത് തിരിച്ചറിയപ്പെടുന്നത് കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ ഒരു സ്കൂളില് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ തലയുറ്റി വീഴുന്നു, തളർന്നിരിക്കുന്നു എന്നുള്ള സംഗതി അറിഞ്ഞപ്പോഴാണ് അധ്യാപകർ അന്വേഷിച്ചത് എന്തുകൊണ്ട്. അപ്പോഴാണ് മനസ്സിലായത് പല ആൾക്കാർ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്നില്ല, രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണ പൊതികൾ തയ്യാറാക്കി വീട്ടിൽ നിന്ന് വരുന്നു ഭക്ഷണം രാവിലെ കഴിക്കാനുള്ള കുട്ടികൾ. ഒരു മാതൃകയാണെന്ന് ഇത്തരം ഹോസ്പിറ്റലുകൾ DYFIയും മറ്റും ചെയ്യുന്ന ആ പ്രവർത്തികളാണ് ഇങ്ങനെ ഒരു മാതൃകയായിട്ട് സ്കൂളുകൾക്ക് മാറിയത്. ഇതും നിർത്തണമെന്ന് പറയുമോ ഇനി ബഹുമാനപ്പെട്ട ഈ G. സുധാകരൻ? ഇത് കണ്ടോക്കെ. സ്കൂൾ അസംബ്ലിക്കിടയിൽ പല ദിവസങ്ങളിലായി പല കുട്ടികൾ തലകറങ്ങി വീണു. ക്ലാസിന്റെ ആദ്യ പീരീഡിൽ തന്നെ ഉറക്കം തൂങ്ങി ക്ലാസ്സിലിരിക്കുന്നവരെയും കണ്ടു. വിഷയം ഗൗരവത്തിലെടുത്ത് പരിശോധിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. രാവിലെ വീടുകളിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുന്നതാണ് പ്രശ്നമെന്ന് കണ്ടെത്തി. അതിൽ പല വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലായിരുന്നു. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഒപ്പം പഠിക്കുന്നവർക്ക് കനിവാകേണ്ടത് ഞങ്ങൾ തന്നെയാണെന്ന് സഹപാഠികൾ വിശ്വസിച്ചു. അതിന്റെ ഭാഗമായിട്ട് കനിവ് എന്ന പേരില് കുട്ടികൾ തന്നെ, സഹപാഠികൾ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു. വിശപ്പുള്ളവർക്ക് അതെടുത്ത് കഴിക്കാം, ഒരു മടിയും വേണ്ട എന്നുള്ളതാണ്. എന്തൊരു സ്നേഹത്തിന്റെ ഇതിന് ഞാൻ എങ്ങനെയൊക്കെ പറയേണ്ടത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിലുള്ള ലോകത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരുവൻ ഇരുന്നിട്ട് നമ്മുടെ VD സതീശ മേനോന്റെ മന്ത്രിസഭയിൽ ഒരാൾ ഇരുന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കുന്നുണ്ട് ഒരു സഖാവ്. കേട്ടോക്ക്. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയുന്നില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്? സാറേന്നാ വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. നിലവാരം എല്ലാവർക്കും താങ്കൾക്ക് പറഞ്ഞതൊക്കെ എന്തുകൊണ്ട് ഈ പാർട്ടിക്കാരല്ലേ? താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ പറഞ്ഞതൊക്കെ അല്ലേ? വെളിയിൽ പോയി. അതാ പറഞ്ഞേ, എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുമല്ലോ. പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട. എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എത്രയോ കാലമായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ പല സഖാക്കളും പറയാൻ ആഗ്രഹിച്ച വാക്കുകളൊക്കെ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഒരാൾ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞില്ലേ ആ മെഡിക്കൽ കോളേജിലെ ആ ഒരു ഭക്ഷണ വിതരണം നിർത്തണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല DYFI അത് നിർത്തുമെന്നുള്ള തോന്നല് എനിക്കില്ല. നിർത്തുമെന്നുള്ള തോന്നുന്നുള്ള ആൾക്കാർ ഒന്ന് കമന്റ് അടിച്ചേ കാണട്ടെ. ബൈ.